വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുള്ള ദിവസം പിന്നെ അതുപോലെ എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു ദിവസത്തെ കുറച്ച് വീഡിയോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മളൊരു 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോകേണ്ട ടൈം ഒരു 9 മണിക്ക് പോകേണ്ട ടൈം ആയാലും നമുക്ക് എത്തത്തില്ല. കാരണം അത്രയും പണികൾ പിന്നെയും പെൻഡിങ് ആയിരിക്കും. രാവിലെ പുട്ടും പഴവും ഉണ്ടാക്കി ഞാനും കൂടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ രാത്രി കറി വെച്ചിട്ടുണ്ടായി. ഇന്നലെ രാത്രി കറി വെച്ചേ 8 മണിക്കൊക്കെ. അതുകൊണ്ട് ആ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു. കാരണം പിള്ളേർക്ക് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചൂടാക്കി വെച്ചു. ചോറ് പിന്നെ രാവിലെ എണീറ്റപ്പാടെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കള പണി എന്ന് പറയുന്നത് അല്ലറ ചില്ലറ പണിയൊന്നുമല്ലല്ലോ, അറിയാമല്ലോ. പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയും കഴുകാനൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അവർക്ക് വരുമ്പോൾ വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു റൗണ്ട് പുട്ടും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ. അതിനിടയ്ക്കാണ് മോനോട്ടനെ 100 പ്രാവശ്യം വിളിച്ചാൽ അവൻ ഇരുന്നെടുക്കുന്ന എഴുന്നേൽക്കത്തില്ല. അവനൊരു വാശിയാണ് രാവിലെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കൈ കഴുകാൻ വേണ്ടിയുള്ള ഇരിപ്പാണ് അത്, കൈയും കടിച്ചുകൊണ്ട്. അതിനിടയിൽ ഞാൻ അവനെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റെഡിയാകാമെന്ന് വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞാണ്. മുടി വരണൊക്കെ പിന്നെ ഒരുപാട് കറങ്ങുന്നതിലുള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്നൊന്നും ചീകിയെടുത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെ അതും പിടിച്ചിട്ട് അവിടെ പിന്നെ കാറ്റ് വരുമ്പോഴത്തേനും വല്ലാണ്ട് ഇത് വോളിമൈസ് ചെയ്തുകൊണ്ട് മുടി നിൽക്കത്തേ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു ഇറുക്കണ ക്ലിപ്പ് മേടിച്ചിട്ട് അത് വെച്ച് ഇറുക്കി അങ്ങനെ അവിടെ സെക്യൂർ ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ ഒരു 9 മണിയാകുമ്പോൾ ഞാനും മക്കളങ്ങോട്ട് ഇറങ്ങി. എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും രാവിലെ. ചില ദിവസങ്ങളിൽ മാത്രം കുറച്ചൊരു പണി നമുക്ക് ഒതുങ്ങി കിട്ടും. അല്ലാത്ത ദിവസം മൊത്തം ഇത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും അതല്ലേ, ജോലിക്ക് പോകുന്നത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എങ്കിലും ഞങ്ങളെ കുഞ്ഞു ഫാമിലീനെയും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയതായി ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ചുമ്മാ വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സമയത്തിന് ചിലപ്പോൾ അപ്ലോഡ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ വരും. എങ്കിലും നിങ്ങളൊന്ന് കൂടെ നിൽക്കുക. ടാറ്റാ.